ഹായ്, ജി എസ് വ്ലോഗ് പാറശാല വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും സുഖമായിരിക്കുകയല്ലേ? ഞാനും സുഖമായിരിക്കുന്നു. പ്രവിന് കുഴപ്പമൊന്നുമില്ല, കുറച്ച് റെസ്റ്റ് എടുക്കുകയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, ഹോസ്പിറ്റലിൽ പോകാനുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിനു മുമ്പായിട്ട് നമുക്ക് ഇന്നൊരു കാര്യം പറയാം. എന്താണെന്നല്ലേ, നിങ്ങളെല്ലാവരും തമ്പനയിൽ കണ്ടതുപോലെ തന്നെയാണ് രേണു സുധിക്ക് നമ്മുടെ മന്ത്രിമാരെ പോലെയുള്ളവർ, മന്ത്രിമാരെ പോലെയുള്ള വലിയ 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 ആൾക്കാർ സഹായിച്ചാൽ മതി. നമ്മളെപ്പോലുള്ള പാവപ്പെട്ട ജനങ്ങളുടെ പിച്ചക്കായി വേണ്ട എന്നുള്ളതാണ്. അതിൻ്റെ പ്രൂഫ് അടക്കമുള്ള വോയിസ് റെക്കോർഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നമുക്ക് കേട്ടിട്ട് വന്നാലോ? ആദ്യം ആ ഒരു വോയിസ് ക്ലിപ്പ് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് കേട്ട് നോക്ക് കേട്ടോ. ഒരു മിനിറ്റ്. രേണുവിൻ്റെ കൺസേൺ, ഞാൻ രേണുവിൻ്റെ മാനേജറാണ്. രേണുവിൻ്റെ കൺസേൺ ഇല്ലാതെ തന്നെയാണ് ആക്ച്വലി രേണുവിൻ്റെ യൂട്യൂബ് ചാനലിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, രേണുവിൻ്റെ പേരിൽ ഒരു മനുഷ്യർ പിരിവോ കാര്യങ്ങളോ ഒരു കാര്യങ്ങളും രേണുവിൻ്റെ കൺസേൺ ഇല്ല. കാരണം രേണുവിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട്, എനിക്കറിയാം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഡിലീറ്റ് ആക്കിയതിൽ ഓക്കെ. ഇപ്പം നിങ്ങൾക്ക് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ഇനിയും പബ്ലിക്കിൻ്റെ മുമ്പിലിട്ട് നാണം കെടുത്താനാണോ നിങ്ങളൊക്കെ കൂടെ ഉദ്ദേശിക്കുന്നത്? അപ്പം നിങ്ങളിത് കേട്ടല്ലോ അല്ലേ? ഞാൻ രേണുവിൻ്റെ മാനേജർ കരീഷ്മയാണ്. അപ്പോൾ അവിടെ നിന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് പുറത്തു വരുന്നത്. രേണുവിൻ്റെ മാനേജർ കരീഷ്മയുടെ വോയിസ് റെക്കോർഡാണ് നിങ്ങളിപ്പോൾ കേട്ടതല്ലേ? അപ്പോൾ അവൾ പറഞ്ഞതെല്ലാം നിങ്ങൾ കേട്ടല്ലോ അല്ലേ? അപ്പോൾ നമ്മൾ ആരായി? അപ്പോൾ നമുക്ക് ഇതേപോലെ അഹങ്കാരത്തോടിരിക്കണം. രേണുവിന് സത്യം പറഞ്ഞാൽ കരീഷ്മ പറഞ്ഞത് തന്നെയാണ് ശരിയായിട്ട്. രേണുവിന് നമ്മുടെയൊക്കെ പൈസ എന്തിനാണ്? അവൾക്ക് ഇഷ്ടംപോലെ പൈസകളുണ്ട്. പോരാത്തതിന് നമ്മുടെ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയിട്ടുണ്ട്. അതിൽ തന്നെ 2 ലക്ഷം 3 ലക്ഷം രൂപ വരുമാനം വരുന്നുണ്ട് എന്ന് നമ്മൾ കഴിഞ്ഞ ഒരു വോയിസിൽ നമ്മൾ കേട്ടതാണ്, കിച്ചുവിൻ്റെ വോയിസിൽ. അപ്പോൾ ആ ഒരു വരുമാനമുണ്ട് അവളുടെ കയ്യിൽ. പിന്നെ എന്താണ്, ഇപ്പോൾ ഏതാ സായി കൃഷ്ണ പോയി നല്ലൊരു രീതിയിൽ എമൗണ്ട് കൊടുത്തിട്ടുണ്ട്. AC ഒക്കെ വാങ്ങി വെച്ച് ഭയങ്കര സെറ്റപ്പായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തിനാണ് ഈ പാവങ്ങളുടെ പൈസ അല്ലേ? ആ കാര്യം കലക്കി, എനിക്ക് വേണം, ഇങ്ങനെ വേണം ഇരിക്കാൻ. അപ്പോൾ നമുക്ക് അടുത്തൊരു വോയിസ് കേൾക്കാൻ കേട്ടോ. നിങ്ങളൊന്ന് കേട്ട് നോക്ക്. ഇങ്ങനത്തെ പൈസ വേണ്ട. അവർ അതിൻ്റെ അടിയിലെ കമൻറ്റ് ഇയാളൊന്ന് വായിച്ചു നോക്കിക്കേ. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്കൊക്കെ നേരത്തെ ആകാമായിരുന്നല്ലോ. ഇപ്പം അവർക്ക് സ്വന്തമായിട്ട് യൂട്യൂബ് ചാനലുണ്ട്, അത്യാവശ്യം അതിനുള്ള ഇൻകംസ് കിട്ടാൻ തുടങ്ങും. പിന്നീട് മന്ത്രി ഉൾപ്പെടെയുള്ള ആൾക്കാർ ഹെൽപ്പ് ചെയ്യും. അപ്പം നിങ്ങൾ കേട്ടല്ലോ അല്ലേ? കരീഷ്മ എന്താണ് പറയണത്? ഇങ്ങനെ പിരിവെടുത്തുള്ള പൈസയൊന്നും അവർക്ക് വേണ്ട. പോരാത്തതിന് മന്ത്രിമാരെ പോലുള്ളവരെയാണ് സഹായിക്കാൻ നിൽക്കുന്നത്. അപ്പോൾ അവരുടെ എമൗണ്ട് എന്ന് പറയുന്നത് വലിയ വലിയ എമൗണ്ടുകളാണ്. അത് മാത്രമാണ് രേണുവിന് വേണ്ടത്. മനസ്സിലായല്ലോ? ഹരീഷ്മയാണ് മാനേജറാണ് സംസാരിക്കുന്നത്. വോയിസ് ക്ലിപ്പാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് വ്യക്തമായിട്ട് നിങ്ങൾക്ക് കേൾക്കണം എന്നുണ്ടെങ്കിൽ ഇനി കരീഷ്മ ഇട്ട വോയിസ് ക്ലിപ്പ് നമ്മുടെ റിയാക്ഷൻ ചെയ്യുന്ന ഒരു ബ്രോയുടെ ഇതിലുണ്ട്. ഞാൻ പേരൊന്നും പറയുന്നില്ല, പേര് ഞാൻ മെൻഷൻ ചെയ്യാൻ ആളല്ല. അപ്പം നിങ്ങൾ അറിയാമെന്നുള്ളവർ ചെന്ന് കേൾക്കുക കേട്ടോ. ഞാൻ ഇത്രയും പാവമായിട്ട് സോൾവായിട്ട് സംസാരിക്കാൻ കാര്യമുണ്ട്. ദൈവമേ, ഇത്രയും പേര് രേണുവിനെ ചെന്ന് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു. രേണു ഇങ്ങനെയാണ് പറയുന്നത്. ഇതിനെയൊക്കെ ഈ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് എന്താണ് പറയാനുള്ളത്? നിങ്ങളുടെയൊക്കെ പിച്ചക്കായും എനിക്ക് വേണ്ട എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ മാനേജറുണ്ട്, വീട്ടുകാരുണ്ട് രേണുവിൻ്റെ. എന്തിനാണ് എൻ്റെ പൊന്നെ? അടുത്ത വേറൊരു ക്ലിപ്പ് നമുക്ക് കേട്ടാലോ? ഞാനിതവിടെ കൊടുക്കാം കേട്ടോ. പുള്ളിക്കാരൻ്റെയും എന്താന്ന് വെച്ചാൽ ചെയ്തോളാം. ഇത് എന്തൊരു മോശം കാര്യമാണ് കുറേ ബ്ലോഗേഴ്സ്മാർ കാണിക്കുന്നത്. അവരുടെ പെർമിഷൻ ഇല്ലാതെ അവരുടെ പബ്ലിക്കായിട്ട് അവരുടെ നമ്പർ വിട്ടിട്ട് ആ നമ്പർ വിട്ടിട്ട് ഗൂഗിൾ പേ 100 രൂപ വെച്ചിട്ട് തണ്ടണമെന്നോ? കേട്ടല്ലോ, നിങ്ങളുടെ 100 രൂപ വെച്ചുള്ള ഈ പിച്ചക്കായി അവർക്ക് വേണ്ട എന്നുള്ളതാണ്. അതായത് കുറച്ച് യൂട്യൂബറൊക്കെ ഈ റിയാക്ഷൻ വീഡിയോസൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കാണ്. അതാണ് ആ യൂട്യൂബറിൻ്റെ കാര്യം പറയുന്നത്. അവർ ഇങ്ങനെ അവരുടെ ഒരു മാസത്തെ ശമ്പളമൊക്കെ എടുത്തങ്ങ് രേണുവിന് കൊടുക്കാം എന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അതിന് രേണുവിൻ്റെ മാനേജർ പറഞ്ഞതാണ്. രേണു പറഞ്ഞിട്ടില്ല പിരിവെടുക്കാൻ. രേണുവിന് ഈ പിച്ചക്കായി ഒന്നും വേണ്ട. രേണുവിനെ നമ്മുടെ മന്ത്രിമാരെ പോലെയുള്ള ഒരുപാട് പേര് സഹായിക്കുന്നുണ്ട്, മന്ത്രി വരെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഹെൽപ്പ് മാത്രം മതി. ഈ ഒരു 100 രൂപ വെച്ച് പിച്ചെടുക്കണമെന്നുള്ള രീതിയില്ല
ഇത് അങ്ങനെയുള്ള രീതിയല്ല. 100 വെച്ച് പിച്ചை എടുക്കേണ്ട ആവശ്യം രേണുവിനില്ല എന്നാണ് കരീഷ്മ പറയണത്. നിങ്ങളെല്ലാവരും വോയിസ് കേൾക്കുകയാണല്ലോ അല്ലേ. ഞാൻ പ്രൂഫില്ലാതെ ഒന്നും നിങ്ങളെ മുന്നിൽ വന്നിരുന്ന് സംസാരിക്കുന്നതല്ല. നിങ്ങളത് വ്യക്തമായിട്ട് കേൾക്കുക കേട്ടോ. കേട്ടിട്ട് പറയണം. ഈ 100 രൂപ വെച്ച് ഞാൻ നിങ്ങളോട് പറയുകയാണ്, എല്ലാ യൂട്യൂബറിനോടും കൂടെ ചേർത്തിട്ടാണ് പറയുന്നത്. എനിക്ക് തരണമെന്ന് ഞാൻ പറയില്ല, എൻ്റെ കുഞ്ഞിന് കൊടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ക്യാൻസറായിട്ട് ഓരോ ദിവസവും ഒരു നേരത്തെ കഞ്ഞി കുടിക്കാൻ വഴിയില്ലാത്ത ഒരുപാട് കുടുംബങ്ങളുണ്ട്. അപ്പോൾ RCCയുമായി നിങ്ങൾ ബന്ധപ്പെടുക. അതിൽ ഏറ്റവും പാവങ്ങളായ ജനങ്ങൾക്ക് നിങ്ങൾ കൊടുക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് RCCയിൽ നമ്മുടെ 15ാമത്തെ നമ്പർ റൂമിലിട്ട് നിങ്ങൾ ചെല്ലുക. അവിടെ ചെല്ലുമ്പോൾ RCCക്ക് ഉള്ളിൽ കയറിയിട്ട് 15ാമത്തെ റൂമിലോട്ട് കയറുക. അവിടെ ആശാ മേഡം എന്ന് പറഞ്ഞൊരു മേഡമുണ്ട്. നിങ്ങൾ അവരുമായിട്ട് സംസാരിക്കുക. എത്രയോ പാവങ്ങളെ അവർക്കറിയാം. അവിടെ വരുന്ന എല്ലാ അഡ്മിഷനും അവർക്കറിയാൻ പറ്റും. അപ്പോൾ അവർ തന്നെ നിങ്ങൾ അവരുടെ കയ്യിൽ ഈ ഒരു സഹായം കൊടുത്തു കഴിഞ്ഞാൽ അവർ ഒരുപാട് പാവങ്ങൾക്ക് അത്താഴക്കഞ്ഞിയെങ്കിലും അവർക്ക് അത്താഴമെങ്കിലും കഴിക്കാനുള്ള ഒരു എമൗണ്ട് നിങ്ങളാൽ കൊടുക്കുക കഴിയും. അല്ലെങ്കിൽ ഒരു നേരത്തെ മെഡിസിന് നിങ്ങളാൽ സഹായിച്ച അത്രയും നിങ്ങൾക്ക് അതിൽ നല്ലൊരു പുണ്യമേ കിട്ടുള്ളൂ. അത് മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടി ഞാൻ നിങ്ങളെ മുന്നിൽ എത്തിക്കുന്നത്. കാരണം ഇത്രയും അഹങ്കാരത്തോടെ ഈ ഒരു 100 പിച്ചക്കായി വേണ്ട എന്ന് പറയുമ്പോൾ നിങ്ങൾ പിന്നെ എന്താണ് പറയുക അല്ലേ? ഒരു ക്യാൻസർ പേഷ്യൻ്റ് ഇത്രയും അഹങ്കാരത്തോടെ പറയുകയാണ്. ക്യാൻസർ പേഷ്യൻ്റ് എന്ന് പറയുമ്പോൾ അവളുടെ മാനേജറാണ്. അവൾ പറയാതെ മാനേജർ ഒന്നും ചെയ്യില്ല. കാരണം എന്നാണ്, ഒരു ഫോൺ വരികയാണെങ്കിലോ എന്ത് കാര്യം രേണു ചെയ്യണമെങ്കിലും മാനേജർ പറയണം. പറഞ്ഞാലേ രേണു അതനുസരിക്കും. അപ്പോൾ ഇത് രേണുവും കൂടെ ഉൾപ്പെട്ടാണ് ഈ മാനേജർ ഈ സംസാരം പുറത്തോട്ട് വന്നത്. ഓക്കെ, ഇനി ഒരു വോയിസ് ക്ലിപ്പ് കൂടെ നമുക്ക് കേട്ടാലോ? ഇത്രയും ഞാൻ വളരെ നീട്ടുന്നില്ല, കുറച്ചാണ് വയ്ക്കുന്നത്. നല്ല മര്യാദ ഏൽപ്പിച്ച് അവർക്ക് കാര്യങ്ങൾ നോക്കാൻ അവരുടെ വീട്ടുകാരുണ്ട്. പിന്നെ അവരുടെ കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യുന്ന ഞാനുണ്ട്. പിന്നെ അവരുടെ യൂട്യൂബ് ചാനലുണ്ട്. നിങ്ങളോട് പറഞ്ഞോ അവർക്ക് ഇങ്ങനത്തെ സഹായം ചെയ്യാനെന്ന്? നാളെ രാവിലെ എന്താണെങ്കിലും ഇതിന്റെ കോൺസിക്വൻസ് അനുഭവിക്കുക. അതിനോട് പറഞ്ഞു, എനിക്ക് അയാളെ ഒന്നും അറിയത്ത് പോലും ഇല്ല. കാരണം പൈസ പിരിക്കുന്നതിനും ഇതൊന്നും രേണുവിന്റെ കൺസേൺ ഇല്ലാതെ ചെയ്തേക്കുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ കേട്ടല്ലോ, നല്ല മര്യാദയാണെന്ന്. ഞാൻ ചോദിക്കട്ടെ, മാനേജർ പറഞ്ഞതാണോ മര്യാദയെന്ന് ഉദ്ദേശിച്ചത്? എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ഞങ്ങളൊക്കെ പാവങ്ങളല്ലേ. പാവപ്പെട്ട കുറച്ച് യൂട്യൂബേഴ്സ് എല്ലാവരും കൂടെ ചേർന്ന് അവർക്ക് ഒരു ചെറിയൊരു എമൗണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് അതൊരു 100 രൂപ വെച്ച് പിച്ചയെടുക്കാൻ പറയുകയാണോ എന്ന് രേണു വലിയ ഒരു സംഭവമാണ് കേട്ടോ. നിങ്ങൾക്ക് ആർക്കും അറിഞ്ഞുകൂടാ, വലിയൊരു സംഭവം തന്നെയാണ്. എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ യൂട്യൂബറായിട്ടുള്ള നിങ്ങളുടെ സഹായം ഒന്നും അവൾക്ക് വേണ്ട. അവൾക്ക് യൂട്യൂബ് ചാനലിൽ നിന്നൊരു വരുമാനമുണ്ട്. മാനേജർ പറയുകയാണ്, ഞാനും പറയുന്നതല്ല. പിന്നെ കരീഷ്മയായ അവളുണ്ട്, അതായത് കരീഷ്മയായ ഞാനുണ്ട് എന്നാണ് കരീഷ്മ പറയുന്നത്. പിന്നെ രേണുവിൻ്റെ വീട്ടുകാരുണ്ട് പോരാത്തതിന്. ഇപ്പോൾ പൈസകളെല്ലാം ഈ അടുക്കി വെക്കുന്ന രേണുവിൻ്റെ വീട്ടുകാരല്ലേ, ചേച്ചിയല്ലേ. അപ്പോൾ കൂട്ടത്തിൽ മാനേജരും ഉണ്ടാവും. അപ്പോൾ അവർക്കെല്ലാവർക്കും കൂടെ ആ ഒരു കാര്യം ഇപ്പോൾ ഏകദേശം 1 കോടി രൂപയ്ക്ക് അടുത്ത് പിരിച്ചിട്ടുണ്ടാവും. നമ്മളെപ്പോലുള്ള പാവങ്ങളൊക്കെ അത്താഴക്കഞ്ഞി കുടിക്കാൻ പെടുന്ന പാട് ദൈവത്തിനറിയാം. ഈ ഒരു ക്യാൻസർ അന്ന് 1 മാസമായിട്ട് പോലും ഇല്ല നേരെ വേണം അറിഞ്ഞിട്ട് അവർ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയിട്ട്. അപ്പോഴത്തേക്കും ലക്ഷങ്ങൾ രേണു സമ്പാദിച്ചു കഴിഞ്ഞു അല്ലേ. മന്ത്രിമാർ, സായി കൃഷ്ണയെ പോലെയുള്ള വലിയ ആൾക്കാർ അവർ സമ്പാദിക്കുന്നു. ഇവർ സബ്സ്ക്രിപ്ഷൻ തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് മഞ്ജു ചേച്ചി സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയത്. എനിക്ക് ചിരിയാണ് സത്യം പറഞ്ഞ വരുന്നത്. അവരാണെങ്കിൽ എന്ത് ചെയ്യുന്നത്, അവർക്ക് കിട്ടിയതിലൊരു പങ്ക് കൊണ്ടൊന്ന് നേരെ ഇവർക്ക് കൊടുക്കും. വല്ല കാര്യമുണ്ടോ? ഈ പാവങ്ങളെ ഒന്നും നിങ്ങൾക്ക് കണ്ണ് കാണുന്നില്ലേ? നിങ്ങൾ ഈ RCCയിൽ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുണ്യം കിട്ടിയേനെ. മഞ്ജു പത്രോസ് മഞ്ജു പത്രോസ് 8ന്റെ പണി കിട്ടിയില്ലേ ചേച്ചി? എന്ത് പറയാനാ, എനിക്ക് ഇതിൽ കൂടുതൽ ഇനി ഒന്നും പറയാനില്ല. നിങ്ങളുടെ ഇഷ്ടം അല്ലേ, അത്രമാത്രം തന്നെയാണ്. പിന്നെ ഒരു കാര്യം, രേണുവിന് വേണ്ടി സപ്പോർട്ട് വരുന്നവരെല്ലാം ഒരു കാര്യം ഓർക്കുക,
രേണു എണീറ്റ് ഈ കിടക്കയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ വരും, ഉറപ്പാണ്, അതിൽ ഒരു മാറ്റവും ദൈവം അവളെ അനുഗ്രഹിക്കും. കാരണം അത്ര വലിയ സീരിയസ് ആയിട്ടുള്ള അസുഖം വലിയ അസുഖം തന്നെയാണ്, പക്ഷെ സീരിയസ് ആയിട്ടുള്ള ഒരു കണ്ടീഷനൊന്നുമല്ല. അവൾ പറഞ്ഞതുപോലെ 15 വയസ്സിൽ നിന്ന് ഈ ഒരു ക്യാൻസർ അവൾക്ക് ഉത്ഭവിച്ചിട്ടുണ്ടെങ്കിൽ അവൾ ഈ ഒരു ഒരു മെഡിക്കൽ കോളേജിൽ ഒതുങ്ങത്തില്ല. ആ ട്രീറ്റ്മെൻറ്റ് വലിയ ഹോസ്പിറ്റൽ തേടി പോവേണ്ടി വരുമായിരുന്നു. അതായത് RCC പോലെയുള്ള വലിയ വലിയ ഹോസ്പിറ്റലുകളിലേക്ക് പോവേണ്ടി വരുമായിരുന്നു. പക്ഷേ ഇത് മെഡിക്കൽ കോളേജിൽ ഒതുങ്ങിയത് കൊണ്ട് അത്ര വലിയ സ്റ്റേജൊന്നും ആയിട്ടില്ല. 3ാമത്തെ സ്റ്റേജ് ആയിരിക്കാം ചിലപ്പോൾ. നല്ല ട്രീറ്റ്മെൻറ്റും കൊടുക്കുന്നുണ്ടാവും. വേറെ ഒരു ഹോസ്പിറ്റലായിട്ട് ചിലപ്പോൾ അവർ പോകണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അതിനെക്കുറിച്ച്. എന്തായാലും രേണു വരും, അത് ഉറപ്പാണ്. അപ്പോൾ വന്നു കഴിയുമ്പോൾ 8ൻ്റെ പണി കിട്ടും ഈ ഹെൽപ്പ് ചെയ്തവർക്ക് എല്ലാവർക്കും, ഉറപ്പാണ്. അതിൽ ഒരു മാറ്റവും ഇല്ല. അപ്പം നിങ്ങൾ തന്നെ തീരുമാനിക്കുക എന്ത് ചെയ്യണം ചെയ്യണ്ട എന്ന്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിന് ഞാൻ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ചാനലായിട്ട് പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻ്റ് ഇടുക, വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കല്ല കേട്ടോ. ഈ വീഡിയോസ് എന്തായാലും ഷെയർ ചെയ്യുക നിങ്ങൾ, കാരണം അതങ്ങനെയാണ്. നിങ്ങൾക്കത് ഉള്ളിലുള്ള ഉള്ളടക്കം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഞാൻ വളരെ വളരെ ചുരുക്കിയാണ് നിങ്ങളുടെ മുന്നിൽ അത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. എനിക്കിപ്പോൾ സമയമില്ല, മോൻ്റെ കാര്യങ്ങൾ കുറച്ചുകൂടെ നോക്കാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വളരെ പെട്ടെന്ന് ഈ ഒരു വീഡിയോ വളരെ സ്ലോ ആയിട്ട് ചുരുക്കിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബായ്.